ഗുഡ് മോർണിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽ വോയിസ് ആണ്. ഇത് കേട്ടിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് ഫീലിങ്സ് ഉണ്ടായാൽ എനിക്കൊരു കോപ്പുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓണം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് 24 hours വർക്ക് ചെയ്യുന്നവർ മാത്രം ഒലീവിയിലേക്ക് വന്നാൽ മതി എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ആ പ്രകാരം നിങ്ങളത് അനുസരിച്ചിട്ടുമാണ് ഇവിടോട്ട് വന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഒലീവയുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ. അപ്പൊ നമുക്ക് ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇന്നലെ രാത്രി 1:30 വരെ എനിക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല. രാവിലെ തക്കുടൂനെ സ്കൂളിൽ വിടാൻ നേരെ നിൽക്കാൻ വയ്യായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വിട്ടു. ഒരു 3-4 ദിവസം കൊണ്ട് ഒരു മരണവീടിന് തുല്യമായിട്ട് ഓരോ സ്റ്റാഫുകളുടെ മെസ്സേജുകൾ, കരച്ചിലുകൾ, ബഹളങ്ങൾ ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു. കാരണം എൻ്റെ കൂടെ ഉള്ള ഒരു 20 പേര് എനിക്ക് മെസ്സേജ് അയച്ചാൽ അത് 20 പേർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണ്ടേ. ഇവിടെ ഓരോ രീതിയിലും ത്യാഗം സഹിക്കാതെ വെറും രീതിയിൽ വാക്കുകൊണ്ട് ഞാനുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ദുഃഖങ്ങളുണ്ട്, എനിക്ക് മാങ്ങാത്തൊലി ഉണ്ടെന്നും പറഞ്ഞ് വരുന്ന കുറച്ച് ടീമുകളുണ്ട്. ഇപ്പൊ സപ്പോസ് ഇന്നലെ തന്നെ ഒരു വലിയ ഇതായിരുന്നു. ആകെ ഇവിടുത്തെ പിള്ളേരെല്ലാം കരയുന്ന മെസ്സേജുകൾ ഇട്ടു, ഓരോ കാര്യങ്ങൾ ഇട്ടു. ഇവിടെ ഒരു ഗ്രൂപ്പിൽ പോലും കയറാൻ പറ്റില്ല. ഇതാണോ 24 hours? ഇതാണോ 24 hours? നിങ്ങൾക്ക് ഉറങ്ങണം, നിങ്ങൾക്ക് കഴിക്കണം, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കണം. ബാക്കിയുള്ളവരെന്താ ഇതൊന്നും ഇല്ലാത്തവരാണോ? ബാക്കിയുള്ളവർ 24 hours ഇതിനു വേണ്ടിയിട്ടിരിക്കണമെന്നും പല രീതിയിലുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ കൊണ്ട് നടത്തി. ഈ 3-4 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നോടൊപ്പം ആക്റ്റീവായിട്ട്? എന്നോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു? കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്താൻ പറഞ്ഞു. പിന്നെ ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കുക, കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. ലീവ് എടുത്ത് വീട്ടിലിരുന്നിട്ട് പോലും എന്റെ ജോലിയിൽ എന്ത് സംഭവിക്കും, എന്റെ ജോലിയുമായി എന്തായിരിക്കും എന്ന് പോലും ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇത്രയ്ക്ക് പേര് ആള് വേണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഇവിടെ ഇത്രയ്ക്ക് പേര് ആള് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടാത്തൊരു ജോലി ഇവിടെ എത്തിയപ്പോൾ ചിലർക്ക് നിർത്തിയാൽ പെട്ടെന്ന് എന്റെ സാലറി എങ്ങനെ കിട്ടും എന്നാലോചിച്ച് ടെൻഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ ചിലപ്പം 10-ാം തീയതി എന്നുള്ളത് ചിലപ്പോൾ 12-ാം തീയതി ആയിരിക്കും. ഇവിടെ 10,000-ഉം 8,000-ഉം ഒന്നും അല്ല സാലറി കൊടുക്കുന്നത്. ഇവിടെ ഇത്രയും പിള്ളേർക്ക് സാലറി കൊടുക്കേണ്ട ഒരു പ്രൈവറ്റ് ഫെയിം ആണ്. ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയെന്നിരിക്കും. അത്രയ്ക്ക് വലിയ ഉരുക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ 50,000-ഉം 60,000-ഉം കിട്ടുന്ന മറ്റു ജോലികൾ നോക്കുക. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു ദിവസം അങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ മുഖഭാവം മാറുന്നവർ ഇത്രയും ത്യാഗമൊന്നും അവർക്ക് വേണ്ടി സഹിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ ഇനി ആരുടെ മുഖം മാറിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് രാപകൽ ഉറക്കമില്ലാതെ അവസാനം ഊണും ഉറക്കവും കളഞ്ഞ് ഇന്നലെ 5 മണി തൊട്ട് ഈ ഇരുട്ടത്തപ്പുറത്ത് വന്ന് ചൂടും അനുഭവിച്ച് ആ പിള്ളേർ അവിടെ ഇരുന്നിട്ട് രാത്രി ഡോറ് അടച്ച് സാർ അകത്ത് കയറിയിട്ടും ആ വാതുക്ക വന്ന് വീണ്ടും നിന്നിട്ട് കാറിന്റെ പുറകിൽ ഓടിപ്പോയി സാറിന്റെ കാലെ പിടിച്ചു. സൗപർണികയാണ് എന്നോട് പറഞ്ഞ് ഞാൻ സാറിന്റെ കാലെ പിടിച്ചങ്ങ് കിടക്കും, സാറ് കാല് വലിച്ചാൽ പോലും ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഫ്രണ്ടിൽ പോയി ആ പിള്ളേര് സംസാരിച്ചു. എന്നിട്ടും സാറ് ഒരു രീതിയിലും ഓക്കെ ആയില്ല. അവസാനം സ്നേഹയുടെ അമ്മ വന്ന് രാത്രി 1 മണി വരെ ഇവിടെ ഇരുന്ന് രാത്രി 12:58 ആ സ്ത്രീ ഈ വീടിന് വെളിയിൽ പോകുന്നത്. അവര് ഇവിടെ വന്നിരുന്ന് സകല രീതിയിലും സംസാരിച്ച് 10 മണിക്ക് അവരിവിടെ എത്തിയതാണ്. അവരുടെ തലയിൽ കൂടെ എന്താ വണ്ടി ഓടുന്നോ? അവരുടെ തലയിൽ കൊണ്ട് ഓളമുണ്ട്. അവര് 1 മാസം പോലും ആയില്ലല്ലോ സ്നേഹ ഇവിടെ വിട്ടിട്ട്. അതിനു മുമ്പ് അവര് ജീവിച്ചതല്ലേ. പക്ഷെ അവരുടെ ഒരു മനുഷ്യത്വം, കാരണം അവരിവിടെ വന്നപ്പോ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോൾ അവർക്ക് നാളെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറി വന്ന് 5 മിനിറ്റ് ഇരിക്കാമല്ലോ, തന്റെ അയൽവക്കത്തെ ഒരു വീട് നന്നായി കിടക്കാമല്ലോ എന്നവർ ചിന്തിച്ച് അവരിന്നലെ 1 മണി വരെ ഇവിടെ വന്നിരുന്ന് ഇടഞ്ഞു നിന്ന് സാറിനെ കാല് പിടിച്ച് അവര് സംസാരിക്കുകയും എന്റെ തെറ്റുകളുണ്ടെങ്കിൽ അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഒരു തീരുമാനത്തിൽ
എത്തിച്ചപ്പോൾ ഇന്നലെ 10 മണിയായപ്പോ പല മഹതികളും നെറ്റ് ഓഫാക്കിയിട്ട് പോയി. ഓഫാക്കിക്കോ, എനിക്ക് പരാതിയൊന്നുമില്ല, ഓഫാക്കിക്കോ. ത്യാഗം സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളും ഒലീവിയോടൊപ്പം വേണ്ട. ഇവിടെ സാറ് പറഞ്ഞു കുറച്ചുപേരെ എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ കുറച്ചുപേരെ എടുക്കണോ വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീനിയേഴ്സ് ഒക്കെ എത്ര പേര് ത്യാഗം സഹിച്ചു. ഇന്നിപ്പോൾ ഞാൻ പറയാണ്, നാളെ ഈ ജൂനിയേഴ്സിനെ വളരെ കുറച്ച്, നിങ്ങൾ പറഞ്ഞു ജൂനിയേഴ്സ് അവരിങ്ങോട്ട് വന്നതേ ഉള്ളൂ, അവർക്ക് 1 മാസം ആയതേ ഉള്ളൂ. അവര് നാളെ തെറ്റ് കാണിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവര് നാളെ നിങ്ങളെ പോലെ ആകും. പക്ഷെ ഇന്ന് അവർക്കൊരു സമയമാണ്, കാരണം അവർക്ക് 1 മാസം കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കാല് പിടിച്ചും ടെൻഷൻ അനുഭവിച്ചും സാറിന് ഒരു രീതിയിലും വേണ്ട എന്ന് പറഞ്ഞ് ഹോസ്റ്റലുകളും വിട്ടുകൊടുത്ത് സകലതും പോയെടുത്ത് എന്ത് റിസ്ക്കും ഞാൻ ഏറ്റെടുത്ത് കൊടുക്കാമെന്ന് ഒപ്പിട്ട് എഴുതി മേടിച്ചെടുത്തിരിക്കുന്ന ഒരു ഓൺലൈനാണിത്. ആ ഓൺലൈനിൽ പഴയ വ്യാമോഹത്തോടെ വരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും, ഇപ്പൊ പ്രിയങ്കയും കൃഷ്ണ എന്താ പ്രിയങ്കയുടെ പുറകെ നടക്കുന്നത്? പ്രിയങ്കയ്ക്ക് ഇപ്പൊ ഒരു ജോലി മേടിച്ചു തരാൻ കൃഷ്ണയ്ക്ക് പറ്റത്തില്ലേ? ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ചേച്ചി എന്നും പറഞ്ഞാണല്ലോ പുറകെ നടക്കുന്നത്. ആണോ? അങ്ങനെയാണോ ഇവിടെ വേണ്ടത്? ഇനി ഏതെങ്കിലും വ്യക്തികളുടെ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടാൽ ഇവിടെ സ്വതന്ത്രമായി നിൽക്കുക, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, ഇവിടെ ഒരു കൂട്ടുമില്ല. ഇത് ഞങ്ങള് കാല് പിടിച്ചു കൊണ്ടുവന്ന ഓൺലൈനാണ്. ഇത് 3 വർഷത്തെ ഓൺലൈൻ അല്ല. ഇത് വീണ്ടും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈനാണ്. 3 വർഷത്തെ ഒരു കണക്കുമില്ല. ഇവിടെ സൂപ്പർ സീനിയേഴ്സും ഇല്ല, ഇന്ന് തുടങ്ങുന്ന തുടക്കക്കാർ. ഞാനൊരു 7-8 അംഗങ്ങളെ അടങ്ങിയ സൂപ്പർവൈസർമാരെ എടുത്തായിരുന്നു. അവരെ പകുതി പേരെ ഞാൻ മാറ്റുകയാണ്. ഇനി 3 പേരേ ഉള്ളൂ ഒലീവിയയുടെ സൂപ്പർവൈസർമാരെന്ന് പറഞ്ഞാൽ. കാരണം സാറ് പറഞ്ഞിരിക്കുന്ന 24 hours ഒലീവിയയുടെ കൂടെ നിൽക്കുന്ന 3 കുട്ടികളെ സൂപ്പർവൈസർ പൊസിഷനിൽ എനിക്ക് പറ്റുള്ളൂ. ഒന്ന് ഗ്ലാഡിസ്, ഒന്ന് ആദി, ഒന്ന് ആരതി. ഇവര് 3 പേരേ ഉള്ളൂ 24 മണിക്കൂറും ഈ സൂപ്പർവൈസിംഗ് ഗ്രൂപ്പില് ഒലീവിയയുടെ ഒപ്പം ഉണ്ടായിരുന്നവർ. ബാക്കിയുള്ളവരൊക്കെ രേഷ്മയാണെങ്കിലും 10:30 ആയപ്പോ 11 മണിയായപ്പോ പോയി, എല്ലാരും പോയി. ജസ്റ്റ് ഒന്ന് ഈ ഗ്രൂപ്പിൽ എന്താ നടക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ നോക്കാൻ പറ്റാത്തവരായിരുന്നു. അതുകൊണ്ട് മുഖം വീർക്കുന്നവരും ഇവിടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇത് കയറി വരുന്നവരും ഒന്നും ഇവിടെ ഒലീവിയയ്ക്ക് ആവശ്യമില്ല. ഇവിടെ ഒരു സിമ്പതി ഇല്ല. നിങ്ങളുടെ വീട് പട്ടിണിയാണെങ്കിൽ എനിക്കറിയേണ്ട കാര്യമില്ല, മനസ്സിലായോ? എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ വീട്ടില് പട്ടിണി ഉണ്ടോ ദുഃഖമുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ഇവിടെ ഇന്നലെ വരെ പ്രവർത്തിച്ചതുപോലെ ഒരു ഓൺലൈൻ അല്ല ഇനി മുന്നോട്ട് പോകുന്നത്. കാരണം കണ്ണിപ്പോഴും നേരെ നിൽക്കുന്നില്ല. ഇന്നലെ 1 മണി കഴിഞ്ഞിട്ട് ഒരു 1:45 അങ്ങണ്ടായി ചെന്ന് കിടന്നപ്പോ, പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊരു 3:30-4 മണിയായി ഉറക്കം വന്നപ്പോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് വിട്ടു. എനിക്ക് കണ്ണ് നേരെ നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരുടെയും ആൾക്കാരുടെയും മുന്നിൽ ഇതൊരു എഫേർട്ട് എന്ന് പറഞ്ഞ് എടുത്തുപോയി. 10 പിള്ളേർ രാപകലില്ലാതെ എന്റെ പുറകിൽ നടക്കുക. മാം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് പുറകിൽ നടക്കുകയാണ്, മനസ്സിലായോ? അതിനിടയ്ക്ക് ഒരുപറ്റം ആൾക്കാർ വേറൊരു ഗ്രൂപ്പിൽ പോയി തമ്മിത്തല്ലുണ്ടാക്കുന്നു. അപ്പൊ നിങ്ങൾ സൂചിച്ചോ, ഞാൻ പറഞ്ഞല്ലോ ഇത് എഫേർട്ടിന്റെ ഒരു ഗ്രൂപ്പാണ്, അല്ലാതെ വേറൊന്നും അല്ലേ. ഇന്നലെ രാപകലില്ലാതെ എന്നോടൊപ്പം കുറെ അധികം പിള്ളേര് വന്നിട്ട് കഷ്ടപ്പെട്ട് അവരേത് രീതിയിൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഓണം വന്നല്ലോ, എന്താ പ്രിയങ്കയ്ക്ക് ഒരു പാക്കറ്റ് ഉപ്പേരി മേടിച്ച് സാറിന്റെ കൈ കൊണ്ട് കൊടുത്താൽ പ്രിയങ്ക മുടിഞ്ഞു പോകുമായിരുന്നോ? ഒരു 50 രൂപയല്ലേ ആവത്തുള്ളൂ. പ്രിയങ്കയ്ക്ക് ഈ ജോലി അത്രയ്ക്ക് അങ്ങ് ഇതിലിരിക്കുവായിരുന്നെങ്കിൽ കൃഷ്ണയ്ക്ക് എന്താ 50 രൂപയുടെ ഉപ്പേരി മേടിച്ച് സാറിന് കൊണ്ട് കൊടുത്താൽ കൃഷ്ണ മുടിഞ്ഞു പോകുമായിരുന്നോ? ഇല്ലല്ലോ. 10-8 ഒന്നും അല്ലല്ലോ കിട്ടുന്നത്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അമല്, അവൻ എന്നോട് ചോദിച്ചു, അച്ചുമാം ഇപ്രാവശ്യം ഓണത്തിന് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് എല്ലാം കൂടെ മേടിച്ച് അച്ചുമാമിനെ പോലെ ഭാഗ്യമുണ്ടോന്ന്. അക്ഷയല്ലേ എനിക്കൊരു ഓണക്കോടി എടുത്തു തന്നത്, അല്ലേ? അക്ഷയോട് പറഞ്ഞിട്ടാണ് എടുത്തത്. അക്ഷയ് അങ്ങ് മുടിഞ്ഞു പോയോ? എന്തായാലും ഞാനും സാറും കൂടെ ഒരുമിച്ച് നിന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഞാനും സാറും കൂടി സാറ് വില കുറച്ച് പ്രോഡക്റ്റ് തന്നിട്ടും എന്നിട്ട് എന്താ ഈ 3-4 ദിവസം ആരും ഒന്നും മേടിക്കാഞ്ഞ്? ഈ 3-4 ദിവസം നിങ്ങൾ എന്താ 1000-1500 മേടിക്കാഞ്ഞ്? എന്താ മേടിക്കാഞ്ഞത്? അപ്പോഴ് ആ ഒരു വ്യക്തികൾ ത്യജിച്ചിട്ടാണ്, അല്ലെങ്കിൽ മാം ഈ 1-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ മാം അവിടെ നിന്ന് വീഡിയോ ചെയ്തു. ഒരു ഓണ സമ്മാനം ഞങ്ങളുടേത്. മുടിഞ്ഞൊന്നും പോകത്തില്ല നിങ്ങൾ ആരും, കേട്ടോ. ഒരു 50 രൂപ ചെലവാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും മുടിഞ്ഞൊന്നും പോകത്തില്ല. പല തവണ പറഞ്ഞിട്ട് പോലും സോറി എന്നൊരു വാക്ക് പറയാൻ നിങ്ങളൊക്കെ ശ്രമിച്ചു, അല്ലെങ്കിൽ മാം തെറ്റ് പറ്റിപ്പോയി ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ വന്നോ? ഇല്ലല്ലോ. വന്നോ?
ഇവിടെ പലരുടെയും ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. ഓരോരുത്തരുടെയും ആരും കൂടുതൽ ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ എല്ലാം ക്ഷമിച്ച് ഞാൻ അങ്ങ് തുടങ്ങും. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ ക്ഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഇത് 3 ദിവസമായിട്ട് ഒച്ചയും സ്നേഹയുടെ അമ്മ എന്ന് പറഞ്ഞു, അച്ചു ഇങ്ങനെ ശബ്ദം എടുത്ത് സംസാരിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിനെ സ്ട്രെയിൻ ചെയ്യും, ഇത് ആരോഗ്യത്തെ ബാധിക്കും. എന്നിട്ട് പോലും ഇവിടെ കിടന്ന് പറഞ്ഞല്ലോ, ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർ ഇവിടെ ഒലീവിയയിൽ കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയിരിക്കണം. അസുഖബാധിതരാണെങ്കിൽ ഞങ്ങളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിരിക്കണം. ഓരോ കാര്യങ്ങൾക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഈ വീടിന്റെ പരിസരത്ത് ഒരു വ്യക്തികളും ഒരു പുരുഷന്മാരും ഇവിടെ കൊണ്ടുവന്ന് വിടാനോ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനോ പറ്റില്ല. ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഹോസ്റ്റലിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ അടൂർ ലൊക്കേഷനുള്ള ഒരു വ്യക്തികളുമായി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സമ്പർക്കം പുലർത്താൻ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് അനുവാദമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇന്ന് മുതലാണ് ഒലീവിയയുടെ ഓൺലൈൻ പുതിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗ്ലാഡിസിന്റെയും ആദിയുടെയും ആരതിയുടെയും മേൽനോട്ടത്തിൽ. അവര് 3 പേരും ആരോടും ഷൗട്ട് ചെയ്യത്തില്ല. പിന്നെ ഇതിപ്പോ രേഷ്മയ്ക്ക് രേഷ്മയുടെ ഷൗട്ടിങ്, ഷീബയ്ക്ക് ഷീബയുടെ ഷൗട്ടിങ്, പ്രിയങ്കയ്ക്ക് പ്രിയങ്കയുടെ ഇത് അതൊന്നും ഇവിടെ വേണ്ട. കാരണം പ്രിയങ്ക 24 മണിക്കൂർ എവിടെ വർക്ക് ചെയ്തു? 10 മണിയായപ്പോ നെറ്റ് ഓഫ് ആക്കി പ്രിയങ്ക എവിടെ വർക്ക് ചെയ്തു? പ്രിയങ്ക 5 മിനിറ്റ് ഇരുന്നാൽ എന്താ ഇത് വരും. അപ്പൊ ആ ജോലിയോട് അത്രേ ഉള്ളൂ. മനസ്സിലായോ? ജോലിയോട് അത്ര, അത് പഠിച്ചോളും. ഞാൻ പറഞ്ഞല്ലോ, പഴയ രീതിയിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല. എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിപ്പോ ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യല്ല. ഞാൻ പൂർണ്ണമായും ഞാൻ സ്വതന്ത്രമായിട്ടാണ് ഇന്ന് മുതൽ ഓൺലൈനിന്റെ ഇൻചാർജ് ഏൽക്കുന്നത്. ഓരോ വ്യക്തിയുമല്ല, എനിക്ക് കിളിയുമില്ല, കാക്കയുമില്ല, കൊക്കുമില്ല, ഒരാളുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. 5 പേരിൽ നിന്ന് ഷോപ്പിൽ നിന്ന് തുടങ്ങിയതുപോലെ ഇന്ന് 10 പേരിൽ നിന്ന് ഇവിടെ ഓൺലൈൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങളുടെ കഴിവ് കൊണ്ട് സ്റ്റാഫുകളെ എടുക്കും. കാരണം സാറ് പൂർണ്ണമായും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നതിനിടയിൽ എനിക്ക് നിങ്ങളുടെ ഓരോ വ്യക്തികൾക്ക് എങ്ങനെയുണ്ട്, അത് ഒരു ജോലി തന്നു, അതേ എനിക്ക് തരാൻ പറ്റൂ. ആ ജോലിയിൽ കറക്റ്റ് പങ്ക്ച്വാലിറ്റിയിൽ മുന്നോട്ട് പോകും. അതേ ഉള്ളൂ. അതല്ലാതെ പിന്നെ വാരി വലിച്ചു വരിക, ചാടി ഓടി വരിക, മുഖത്ത് ഒരുങ്ങാതെ വരിക, പൗഡർ ഇടാതെ വരിക, ഈ സ്ഥാപനത്തിന് വ്യക്തമായ റൂളുണ്ട്. അത് 3 പേര് നിയന്ത്രിച്ചിരിക്കും. അവര് 3 പേര് സഹനശക്തിയും ക്ഷമാശീലരും അതേപോലെ തന്നെ 24 മണിക്കൂറും ഒലീവിയോടൊപ്പം ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന 3 പിള്ളേരാണ്. ഇപ്പൊ പാതിരാത്രി 12 മണിക്ക് വിളിച്ച് ഇന്നലെ ലാസ്റ്റ് ഇത് ഇത്രയും കഴിഞ്ഞിട്ട് എന്റെ സ്കൂട്ടറും കൊടുത്തിട്ടാണ് ഞാൻ ആരതിയെയും ശാലുവിനെയും സൗവർണികയും കൂടെ വിട്ടത്. മനസ്സിലായോ? എന്റെ നെഞ്ചു കിടന്ന് ടക് ടക് ഇടിക്കുമായിരുന്നു. 3 പേരെ ഒരു വണ്ടിക്കകത്ത് പോയത് രാത്രി 10 മണിക്ക്. അങ്ങനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വീണ്ടും റീഓപ്പൺ ചെയ്ത്. ഈ ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഇത്രയും റീച്ചാക്കി കൊണ്ടുവരാൻ ഒരൊറ്റ മനുഷ്യരുടെ കഷ്ടപ്പാടോ വിയർപ്പോ എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സാർ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. സാറ് ചെയ്യത്തില്ല, സാറ് ചെയ്യത്തില്ല, സാറ് ചെയ്യത്തില്ല. സാറ് നിങ്ങളുടെ അമ്മാവന്റെ മോനല്ലേ, സാറ് ചെയ്യത്തില്ല. അവസാനം ഇന്നലെ 1 മണി വരെ പോലും ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കിട്ടിയില്ല. 1 മണി വരെ പോലും ഇരുന്നിട്ട് മനസ്സിലായി. പിള്ളേരോട് ഡോറ് വലിച്ചടച്ചിട്ടാണ് പോയത്. ഞങ്ങൾ ഈ ത്യാഗം അനുഭവിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നാളെ അവരെ കെട്ടിപ്പിടിച്ച് ഇവരെ ഉമ്മ വെച്ച് കണ്ടാൽ ആ നിമിഷം ഇതിന് പുറത്താണ്. കാരണം അത്രയ്ക്ക് മനോവേദനയാണ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചത്. അനുഭവിച്ച എന്റെ കൂടെ ഇരുന്ന് അനുഭവിച്ച പിള്ളേർക്കേ അറിയത്തുള്ളൂ. ആ ചൂടത്ത് ഡോർ അടച്ച് ഞങ്ങൾ അതിനകത്തിൽ ഇരുന്നു. ഞങ്ങളുടെ അനക്ക സാറ് കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ചൂടത്ത് ഞങ്ങൾ ഇരുന്നു 5 മണി തൊട്ട് 7:30 വരെ. അറിയാമോ? അങ്ങനെ ത്യാഗം സഹിച്ച് കാല് പിടിച്ചിട്ടാണ് തിരിച്ചിവിടോട്ട്. അവസാനം അയൽവക്കക്കാരെയും കൊണ്ട് വരെ കാല് പിടിപ്പിച്ചു. ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങൾ ഓരോരുത്തർ തന്ന പണിക്കാണ് ഞങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഓൺലൈനിന്റെ പുറകിൽ ഇങ്ങനെ പോവേണ്ടി വന്നത്. അതുകൊണ്ട് പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ സാറ് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ട്, എല്ലാരും വന്നോ. പഴയ രീതിയിലുള്ള വ്യാമോഹത്തിൽ ഇതിനകത്തോട്ട് ആരും കയറാമെന്ന് വിചാരിക്കേണ്ട. ഇത് പുതിയ രീതിയിലാണ്, പുതിയ രീതിയിൽ തന്നെയാണ്. ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും മടിയിലിരിക്കുന്നത് കണ്ടാൽ ആ നിമിഷം റിപ്പോർട്ട് കൊടുക്കും, ഇവിടുന്ന് മാറും. അത് ഗ്ലാഡിസിനും അറിയാം, ആരതിക്കും അറിയാം, ആദിക്കും അറിയാം. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ എടുത്ത കാര്യങ്ങൾ വാട്സപ്പിൽ പോലും ഇരിക്കാൻ മനുഷ്യത്വം കാണിക്കാതെ പോയവരാണ്. നിങ്ങൾക്ക് പറയാൻ റീസൺ കാണും. എനിക്കൊരു കുഞ്ഞില്ലേ, എനിക്ക് 11 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. സ്കൂൾ വിട്ട് വന്ന് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാമായിരുന്നല്ലോ.
വെള്ളം കുടിക്കാൻ ഞാൻ പോയോ? ഇല്ലല്ലോ. 5 മണിക്ക് നിങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലേ? ഞങ്ങളൊക്കെ 5 മണിക്കത്തെ ഫുഡ് വന്നപ്പോഴാണ് 5 മണിക്കോ 6 മണിക്കോ ഞങ്ങൾ കഴിച്ചത്. കാരണം ഉള്ളിൽ ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്കൊക്കെ സുഖിച്ച് കഴിക്കാം, സുഖിച്ചുറങ്ങാം. കാരണം കഷ്ടപ്പാടില്ലല്ലോ. നിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് വാട്സപ്പ് കിട്ടുന്നു, നിങ്ങൾ ത്യാഗം സഹിച്ചിട്ടില്ലല്ലോ. ത്യാഗം സഹിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് നഷ്ടപ്പെടുമ്പോ ഒരു വേദന ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേദന? നാളെ അവൻ തുറക്കും. പിന്നെ അയാളാ നിർത്താൻ പോകുന്നത്. ഇവിടെ കേക്ക സാറെന്ന് വിളിച്ചിട്ട് മനസ്സിനകത്ത് പല ഇത് വിളിക്കുന്ന മെഹദികളാ ഉള്ളത്. പിന്നെ അവൻ തുറക്കും. അവൻ തുറക്കാതിരിക്കുന്ന എങ്ങനാ? ഇത്രയും സാധനം കൊണ്ടുവച്ചിട്ട്. പക്ഷെ ആ സിറ്റുവേഷൻ അല്ല 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് ഒരാളുടെയും ന്യായീകരണങ്ങൾ, എനിക്ക് ഒരാളും പേഴ്സണലായിട്ട് മെസ്സേജ് ഇടണ്ട. എനിക്ക് എന്തിനാ മെസ്സേജ് ഇടുന്നത്? നിങ്ങളുടെ കഷ്ടപ്പാടും കരച്ചിലും ഞാൻ എന്തിനാ കേൾക്കുന്നത്? ഞാൻ എന്തോ അഗതി മന്ദിരം നടത്തുവാന്നോ? അല്ലല്ലോ. ഇവിടെ ഇത്രയും ജോലി ചെയ്തിട്ട് 10 രൂപ ഒരു ഓണർക്കായിട്ട് മുടക്കാൻ കഴിവില്ലാത്ത മഹതികളുടെ കണ്ണുനീര് ഞാൻ